Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. കല്യാണത്തിന് ഒരു ഫ്യൂ ഡേയ്സ് ബിഫോർ ആണ് ഞങ്ങൾ കണ്ടത്. ഒരു വർഷം പക്ഷെ നമ്മൾ നന്നായിട്ട് പ്രണയിച്ചു, നന്നായിട്ട് കോളേജിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കത്തെഴുതുക, കോളേജിൽ തൊട്ടിട്ട് പോണ പൊട്ട് വെച്ചിട്ട് അയക്കുക, അങ്ങനെ റൊമാൻറ്റിക് ആയിരുന്നു 1 year. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. നീ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട കുട്ടിയാണ് എന്ന് കേട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് മുഴുവൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരൊക്കെ പോയോ എന്നുള്ളൊരു പോയി എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടും ജീവിക്കാൻ പറ്റില്ല. ഒരു സാധാരണ സ്ത്രീയാണ്, വെരി വെരി നോർമൽ. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ്ടല്ലോ, സീരിയസ് എന്നാ വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെയല്ല, വളരെ റൊമാൻറ്റിക് ആണ്. പറയുമ്പോൾ തോന്നുമ്പോൾ എന്താണെന്ന് വളരെ റൊമാൻറ്റിക്. വെച്ചാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ശരത്തിനോട് സംസാരിക്കാത്ത ഒരു ദിവസം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നും. കാര്യം ഇങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും മനസ്സിലിങ്ങനെ. അതിങ്ങനെ പിടിച്ചാലാണ് നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ തന്നെയാണ്. പക്ഷെ ഒരു ഫിയർ എപ്പോഴും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരാളാണ്, ബഹുമാനിക്കാൻ മാത്രമുള്ള ഒരാളാണ് എന്ന് പറയുന്ന ലോസ് എന്ന് വെച്ചാൽ ആക്ച്വലി മില്യൺസ് ലോസ് വന്നു. പല സ്കൂളുകളും നമ്മൾ സ്പേസ് എടുത്ത് നടന്നിരുന്ന സ്കൂള് പൊളിച്ച് നമുക്ക് കൊടുക്കേണ്ടി വന്നു. സോ കോടികളുടെ ഒരു വലിയൊരു ലോസ് നമുക്ക് അവിടെ ഉണ്ടായി. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങളോടൊപ്പം ആശാ ശരത്. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഗസ്റ്റ്. ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ആശാ ശരത് ആൻഡ് ആശ. ഞാൻ ആശയിച്ചെന്നോ ആശയെന്നോ ഒക്കെ വിളിക്കും അതിൻ്റെ ഇടയ്ക്ക്. കാരണം ഞാനിത് പറയേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. ഞാൻ ദുബായിൽ എത്തുമ്പോൾ എൻ്റെ കയ്യിലൊരു ഫോണില്ല, സിമ്മില്ല. ആൻഡ് പെട്ടെന്ന് ഔട്ട് ഓഫ് നോ വെയർ ആശ യു അപ്പിയർ. ആൻഡ് ഞാൻ ആ കോൾ വിളിക്കുന്നു ടു കോർഡിനേറ്റ് എൻ്റെ പിക്കപ്പ് ഒക്കെ. ആൻഡ് അവിടെ നമ്മൾ സംസാരിക്കുന്നു. ആൻഡ് ആ സമയത്ത് ഞാൻ പറയുന്നത് ഇതിന് മുമ്പ് കുറേ തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ ഹവ് നോട്ട് ബീൻ ഏബിൾ ടു റീച്ച് യു ആൻഡ് ദിസ് ഹാപ്പൻസ്. So I think our Dubai trip I need to thank for this to happen. Seriously, I'm so glad that you could. Thank you so much. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവിടെ വരണം എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാത്തിനും ഒരു നിമിത്തമായത് ആ ദുബായ് ട്രിപ്പും ആ ഫോൺ മിസ്സിങ്ങും ആ വർക്ക് ചെയ്യാത്തതുമാണെന്നാണ്. അല്ല, എനിക്ക് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലോസ് കേസാണ്. യാത്ര ചെയ്യുമ്പോൾ സിം ഉണ്ടോ ഫോണുണ്ടോ ഒന്നും അറിയാതെ കയറി അങ്ങ് ചെന്നു. But that day you were so kind to me and thank you so much, Asha. And I can't tell you how my association with you started. ഞാൻ ആ സമയത്ത് ബോംബെയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് TV കാണുമ്പോൾ അമൃത ചാനലിൽ ഒരു ഭയങ്കര സുന്ദരി, ഞാൻ എന്നിട്ട് വിചാരിക്കും ഇവർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ആശയം ശ്രദ്ധിക്കുന്നത്. അതിന് ശേഷം ഞാൻ പിന്നീട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ ഫുൾ ടൈം പ്രൊഫസർ ജയന്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ആ അമൃതയുടെ സീരിയലുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ശ്യാം സർ ആയിരുന്നു അസോസിയേറ്റഡ് ആയിരുന്നു വിത്ത് ദാറ്റ് പ്രൊഡക്ഷൻ, ശ്യാമപ്രസാദ് ഡയറക്ടർ അല്ലേ? ആക്ച്വലി അമൃതയിൽ വരുന്ന മുന്നത്തെ കാര്യം പറയണം. ദുബായിൽ ഒരു ഷോ നടന്നപ്പോൾ ആ ഷോ TK രാജീവ്കുമാർ സാറിൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ ആ ഷോ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോ, ദാസേട്ടൻ്റെ കൈരളി TVയുടെ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പോൾ അതിൽ ആങ്കർ ചെയ്യാൻ വന്ന കുട്ടിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ബാക്ക് സ്റ്റേജിൽ ഞാൻ കൊറിയോഗ്രാഫറായിട്ട് ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഓടി നടക്കുന്ന സമയത്ത് രാജീവ് കുമാർ സാർ എനിക്ക് സ്ക്രിപ്റ്റ് എന്നിട്ട് പറഞ്ഞു, ആശ കയറൂ. നമ്മൾ സാർ എനിക്ക് ഒന്നും സംസാരിക്കാണ്ട് പറയുന്ന കേൾക്കൂ, കയറൂ. കാര്യം അപ്പോഴത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെ കയറിയിട്ട് അന്ന് സാറ് പറയണത് ചെവിയിൽ കേട്ടിട്ട് അന്ന് ആ ഷോ ആങ്കർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഞാനും ആങ്കറിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ റേഡിയോയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചു എന്ന് പറയാം. അന്ന് അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു സാറിൻ്റെ പുരുഷോത്തമൻ സാർ. സാറാണ് ഇങ്ങനെ ഒരു സീരിയൽ ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ പൊന്നും പൂവെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് എപ്പിസോഡ്സേ അത് പോയുള്ളൂ. അതായിരിക്കും ചിലപ്പോൾ ധന്യ കണ്ടിട്ടുണ്ടാവുക. വളരെ കുറച്ച് എപ്പിസോഡ്സാണ്. അതിനോട് ചേർന്ന് തന്നെ ശ്യാം സാർ പ്രൊഡ്യൂസ് ചെയ്ത നിഴലും നിലാവും പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഫിലിം ചെയ്തു. അതും ദുബായിൽ നിന്ന് വന്നു പോയി ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലൊന്നുമല്ല തന്നെയാണ്. അവിടെ നിന്ന് വരിക പോവുക എന്നൊക്കെ പറഞ്ഞ പിള്ളേര് പീച്ചി പട്ടി കുട്ടിയൊക്കെ ഉണ്ടല്ലോ, നോട്ട് പ്രാക്ടിക്കൽ. പക്ഷെ വെക്കേഷന് വന്ന സമയത്ത് ഒരു 3 ദിവസം കൊണ്ട് ചെയ്തിരുന്നു. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് നിഴലും നിലാവും. രജി സൈനായിരുന്നു സംവിധാനം ചെയ്ത്. അതിന് 2 സ്റ്റേറ്റ് അവാർഡ്, എനിക്കും സുജിത് വാസുദേവ്, ദൃശ്യത്തിൻ്റെയൊക്കെ ക്യാമറാമാൻ, 2 പേർക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. അത് കണ്ടാണ് പിന്നെ പ്രൊഫസർ ജയന്തി ആയത്. And Professor Jayanti was a long journey.
3 years, 4 years അല്ലേ? 3.5 years. ആൻഡ് ഹൗ ഡിഡ് യു ഇവോൾവ് ത്രൂ ദാറ്റ് ക്യാരക്ടർ? ആ സമയത്ത് ആ പ്രൊഫസർ ജയന്തിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നിയിരുന്നോ? എനിക്ക് അന്ന് അഭിനയം എന്താണെന്നോ ഒരു ക്യാരക്ടർ എങ്ങനെ കൺസീവ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അറിയില്ല തന്നെയാണ്. നമ്മളടുത്ത് സ്ക്രിപ്റ്റ് തരുന്നു, ഒരു ഭയങ്കര ബോൾഡാണ്, വില്ലത്തിയാണ്. ആദ്യകാലങ്ങളിൽ ഭയങ്കര വില്ലത്തി, പിന്നെ അത് കഴിയുമ്പോൾ ഭയങ്കര പാവം, അങ്ങനെ. അപ്പോൾ ആ ഒരു ഡയറക്ടർ പറയുന്നു, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂഡ് അനുസരിച്ചിട്ട് അങ്ങ് ചെയ്തു പോണു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കഥാപാത്രത്തിന് ജനങ്ങൾ ഏറ്റെടുക്കുമല്ലോ. പിന്നെ അവർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാണ് നമുക്ക് ആ കഥാപാത്രം കൂടുതൽ എന്നിലേക്ക് എത്തിയെന്ന് പറയാം. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രൊഫസർ ജയന്തിയിലേക്ക് നമുക്ക് ആ കണ്ണടെടുത്ത് വെക്കുമ്പോഴുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടാൻ തുടങ്ങി. പ്രൊഫസർ ജയന്തിയുടെ സമയത്ത് ഏതെങ്കിലും ഒരു ഓഡിയൻസ് റെസ്പോൺസ്, ജസ്റ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂ മനസ്സിൽ വന്ന ചോദ്യമാണ്, ഈ ഓഡിയൻസ് റെസ്പോൺസ് ഏതെങ്കിലും ഭയങ്കര ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്യുന്നു എന്ന് തോന്നിപ്പോയെന്തെങ്കിലും? കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ കളിക്കുകയാണ്, പെർഫോം ചെയ്യാണ്. അപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, ഏകദേശം പകുതി മുക്കാലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റേജിൻ്റെ സൈഡിൽ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ്. ഡാൻസ് കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഞാൻ കളിക്കുമ്പോഴേക്കിങ്ങനെ വളരെ സ്റ്റേജിന് മുന്നിലാണ് ഞാൻ കാണുന്നുണ്ട്. ഇറങ്ങിയപ്പം അദ്ദേഹം ഒരു സഞ്ചിയൊക്കെ ഉണ്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. എൻ്റെ അടുത്തേക്ക് വന്നപ്പം ഞാൻ പെട്ടെന്ന് ബാക്ക് ഔട്ട് ചെയ്ത്, പരിചയമില്ല. അപ്പം നമസ്കാരം എന്ന് പറഞ്ഞു. ശരത്തേട്ടനോട് ചോദിച്ചു, നിങ്ങളൊരു മനുഷ്യനാണോ? അപ്പം ഞാൻ ചോദിച്ചു, ശരത്തേട്ടൻ ചോദിച്ചു, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഒരു കിഡ്നി വെച്ചിട്ടാണ് ഇവർ ഇത്ര നേരം നൃത്തം ചെയ്യുന്നത്, നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ എങ്ങനെ സാധിച്ചു? പക്ഷെ അടുത്തൊന്നും എൻ്റെ ഭാര്യയ്ക്ക് 2 കിഡ്നിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജയന്തി ടീച്ചർക്ക് അവസാനം ഒരു കിഡ്നിയുള്ളൂ. പക്ഷെ അതുവരെ അതൊക്കെയാണ് അതൊരു ബ്യൂട്ടിഫുൾ മെമ്മറിയാണ് കേട്ടോ. അങ്ങനത്തെ കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. ആൻഡ് ദെൻ ഇറ്റ് കെയിംസ് ടു മൂവീസ്. ആദ്യത്തെ മൂവി ചെയ്യുമ്പോൾ ഫ്രൈഡേ അല്ലേ? ആൻഡ് വാട്ട് വാസ് യുവർ തോട്ട്? ഈ കോൾ വരുമ്പോഴും സിനിമ ചെയ്യാൻ പോകുമ്പോഴും ആ സമയത്ത് ആശയുടെ മനസ്സിൽ എന്തായിരുന്നു ശരിക്കും? സിനിമ ഒന്നും സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല, സത്യം പറഞ്ഞാൽ. കള്ളം പറയല്ലേ? സത്യസന്ധമായി കമലദളം വന്നതാ. കമലദളം വന്നപ്പോൾ അത് നടന്നില്ല. അത് ഞാൻ അന്വേഷിച്ച് എനിക്ക് ഭാഗ്യം എനിക്ക് കൊണ്ടു തന്നു, പക്ഷെ നടന്നില്ല. അച്ഛനമ്മ പറഞ്ഞു ഇത് നിനക്കുള്ളതല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ആ കാലത്താണ് അച്ഛനമ്മമാര് പറയുന്നു, അത് കേൾക്കുന്നു, അത് നിനക്കുള്ളതല്ല, ഓക്കെ ഇല്ല. അങ്ങനെ ഒരു 17 വയസ്സ് ഒക്കെയാണ്, കോളേജ് പഠിക്കുന്ന സമയത്താണ്. അത് നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ലൊക്കേഷനിൽ പോയി എന്നോട് ആക്ച്വലി ഈ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, എന്നെ വിളിച്ചു പറയുന്നത് ജയറാമേട്ടനാണ്. എൻ്റെ നാട്ടിലാണല്ലോ ജയറാമേട്ടൻ, എൻ്റെ നാട്ടിലെ സിനിമാ നടനാണ്. ജയറാമേട്ടൻ ത്രൂ ആണ് വിളിച്ചത്. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു അങ്ങനെയില്ല. അങ്ങനെയല്ല, വലിയ വലിയ ആളുകളാണ് വിളിക്കുന്നത്, അവിടെ പോയി പറയണം. അങ്ങനെ ലൊക്കേഷനിൽ ഞാൻ പോയി ലാലേട്ടനെ കണ്ടു, സിബി സാറിനെ കണ്ടു, ലോയി സാറിനെ കണ്ടു, പാർവതി ആദ്യമായിട്ട് കണ്ടു. പാർവതിയുടെ പാട്ട് ഷൂട്ട് ചെയ്ത് സായന്തനം പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ പറഞ്ഞു വിളിച്ചതിൽ സന്തോഷം, പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ അഭിനയിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളത് അവർ പറഞ്ഞു. ഞാൻ സങ്കടത്തോടെ ഓക്കെ തലയാട്ടി ഞാനും തിരിച്ചു വന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അതൊന്നും സ്വപ്നത്തിൽ പോലും ഇല്ല തന്നെയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരു സീനൊന്നും ഉണ്ടായില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അച്ഛനമ്മമാർ പറയുന്നു, കേൾക്കുന്നു, നിനക്കുള്ളതാണ്, അത്രേ ഉള്ളൂ നമുക്കൊക്കെ. എന്നാൽ എനിക്ക് അഭിനയിക്കണം, അങ്ങനെയൊന്നും ശഠിക്കാൻ പറ്റൂല തന്നെയാണ്. കാര്യം അച്ഛൻ, അമ്മ, ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു പട്ടാളമുണ്ട് എനിക്ക് ചുറ്റും. അപ്പം നമുക്ക് അങ്ങനെയൊന്നും പറയാനുള്ളൊരു റൈറ്റൊന്നും ഇല്ല. അതും അങ്ങനെ പറയാൻ പറ്റുന്ന പോലെ നമ്മൾ ആലോചിക്കുന്ന സമയമായിരുന്നില്ല. അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിരുന്നു. അച്ഛൻ ഭയങ്കര ബോൾഡായിട്ടുള്ള പുറത്തുള്ള എല്ലാവർക്കും ഒരു ഭയങ്കര വില്ലൻ ഇമേജ് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അച്ഛനിൽ ഉള്ളിൽ ഒരു ഭയങ്കര സോഫ്റ്റ് കൃഷ്ണൻകുട്ടി നായർ ഉണ്ടെങ്കിലും പുറത്തെല്ലാവരും കൃഷ്ണൻകുട്ടി ചേട്ടൻ, കൃഷ്ണൻകുട്ടി നായർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഒരു പേടിയുള്ള അങ്ങനത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. കുറച്ച് ദേഷ്യക്കാരനൊക്കെ ആയിരുന്നു, പക്ഷെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ഉണ്ടായിരുന്നു എവിടേക്കോ. ആൻഡ് കമ്മിങ് ടു യുവർ ക്യാരക്ടേഴ്സ് ദാറ്റ് യു പോർട്രേഡ്, ഐ മീൻ ഞാനിപ്പം ആശകളായിരത്തിൻ്റെ കാര്യം പറഞ്ഞാലും അനുരാഗ കരിക്കിൻ വെള്ളം, ഈ 2 സിനിമകളും ക്യാരക്ടേഴ്സ് എവിടെയോ സിമിലർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഐ മീൻ ഇസ് ഇറ്റ് ട്രൂ? നോ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ. അതായത് അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ സുമ ഒരു പാവമാണ്. സുമ എൻ്റെ അമ്മയെ പോലെയാണ്. അച്ഛൻ സുമതി എന്ന് വിളിച്ചാൽ അമ്മ വെറുതെ ഞെട്ടുമായിരുന്നു. അതുപോലെ രഘു സുമയെന്ന് വിളിച്ചാൽ ഞെട്ടുന്ന കഥാപാത്രമായിരുന്നു അതിനകത്ത് ഞാൻ ചെയ്തത്. രഘു എന്ന് പറഞ്ഞ ബിജു ചെയ്ത കഥാപാത്രം എല്ലാം ഒരു പേടിയോടുകൂടി കാണുന്ന, കോൺഫിഡൻസ് ഭയങ്കര ലോ ഉള്ള ഒരു കഥാപാത്രമാണ് സുമ. ആശ അങ്ങനെയല്ല. ആശ ഭയങ്കര അയ്യോയോ മമ്മിയാണ്. പിള്ളേരെ കൂട്ടത്തിൽ നിൽക്കുന്നു, പിള്ളേരോട് ചാടി നിൽക്കുന്നു, ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരമ്മയാണ് ആശ. കാര്യങ്ങൾ കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉള്ള ധൈര്യമൊക്കെ പിടിച്ച് മുന്നോട്ട് നിൽക്കുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷനിലൊരമ്മ. അപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ, അതിപ്പം ഞാൻ ഡാൻസിൻ്റെ കൂടി ചേർത്തിട്ട് പറയാണ്, ഡാൻസിലും
സിനിമയിലും ഏറ്റവും അധികം ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നലുണ്ടായ കഥാപാത്രങ്ങൾ ഏതാണ്? അങ്ങനെ ഒരു കഥാപാത്രം വെച്ചാൽ നമ്മൾ ഡാൻസിൽ എങ്ങനെയാണെന്ന് അറിയാം. ധന്യ ഡാൻസ് ചെയ്തിട്ടുള്ള ആളാണ്, എനിക്കറിയാം. നമ്മൾ എല്ലാ ഇപ്പം നായകനും നായികയും സഹനടനും സഹനടിയും എല്ലാം നമ്മൾ തന്നെ ഒരു കുട്ടിയായിട്ടും ഒക്കെ നമ്മൾ തന്നെ മാറി മാറി ചെയ്യുന്നതാണ്. അപ്പോൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം ഭയങ്കര ഒരു വില്ലനിഷ്, രാവണൻ അല്ലെങ്കിൽ ദുശാസനൻ, അങ്ങനെ ദുര്യോധനൻ എന്നുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ആ ഒരു വില്ലൻ ഫീൽ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓരോ ക്യാരക്ടേഴ്സും ചലഞ്ചിങ് ആണ്, നൃത്തത്തിൽ പ്രത്യേകിച്ച്. കാര്യം നമ്മൾ അപ്പം തന്നെ മാറില്ലേ, പെട്ടെന്ന് നായികയാവുന്നു, നായകനാവുന്നു. അപ്പോൾ എവറിത്തിങ് ഈസ് വെരി മച്ച് ചലഞ്ചിങ്. എങ്കിലും ചില ഇമോഷണൽ റിയാലിറ്റിയിൽ ഇപ്പോൾ പുരാണ കഥാപാത്രങ്ങൾ ആണെങ്കിൽ ഞാനിപ്പോൾ അപരാജിത എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലം കാലഘട്ടം ഒക്കെ മാറിയാലും ഇപ്പൊ പുരാണം, ചരിത്രം, വർത്തമാനം ഒക്കെ ഉണ്ടെങ്കിലും പേരുകൾ നാളുകളൊക്കെ മാറുന്നു. സ്ത്രീകളുടെ പേര് ധന്യാന്നും ദമയന്തിന്നും ആശാന്നും ദേവയാനിന്നും ഒക്കെ മാറുന്നു. പക്ഷെ അന്നും ഇന്നും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം സെയിം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന പരാജിതർ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും വി വിൽ കം അപ്പ് ഇൻ നമ്മളുടേതായ രീതിയിൽ വരുമെന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷനാണ് അപരാജിത എന്ന് പറയുന്നത്. അതിനകത്ത് ഉത്ര കൊലപാതകം, നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുള്ള പാമ്പിനെ കൊണ്ട് ഭർത്താവ് കടിപ്പിച്ചു കൊന്ന ഉത്രയുടെ കഥയാണ് ഇപ്പോൾ വർത്തമാനത്തിൽ അവതരിപ്പിച്ചത്. ഉത്രയുടെ അച്ഛനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, അവരോട് സംസാരിച്ചു, പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് ആ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പം നമ്മൾ വേദനിച്ച് പാമ്പ് കടി ഏൽക്കുമ്പോൾ ഉത്രയ്ക്കല്ല, എല്ലാ ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ പീഡനം അനുഭവിക്കുന്ന ഓരോ കുട്ടികളുടെയും വേദനയായിരുന്നു അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പെയിൻഫുള്ളായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതുപോലെ ഒരു ക്യാരക്ടറാണല്ലോ അഭയം, അല്ലേ? അതെ, അതാണ് മകളെ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മീഡിയം നൃത്തമായതുകൊണ്ടായിരിക്കാം അതിലൂടെ സംസാരിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നൃത്തത്തിലൂടെ പറയുന്നത്. കൽക്കട്ടയിലെ ഡോക്ടറിൻ്റെ റേപ്പ്, ഏകദേശം 20+ ആൾക്കാരാണ് അവർ ഉപദ്രവിച്ചത്. ആ ഒരു അമ്മയുടെ പെർസ്പെക്റ്റീവ്, അഭയ, നിർഭയ എന്നുള്ള പല പേരുകൾ, അതിജീവിത എന്നൊക്കെ നമ്മൾ എത്ര പേരുകളാണ് ഇവരെ വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ ഈ തിരക്കുകൊണ്ട് നമ്മളെല്ലാവരും മറന്നു പോകുന്നു, അല്ലേ? നമുക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മളുടെ തിരക്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലേ എന്ന് ആലോചിക്കാം. പക്ഷെ അത് മറക്കാത്ത ഒരാളുടെ അമ്മ, ആ അമ്മയുടെ പെർസ്പെക്റ്റീവിലാണ് ആ ഒരു പ്രൊഡക്ഷൻ ചെയ്തത്. മകളെ എന്നുള്ള ഒരു അമ്മയുടെ വേദനയാണത്. അതുപോലെ സിനിമകളിലും പല കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഭാര്യയായിട്ടും കുറച്ച് പോസിറ്റീവ് അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ഖെദ്ദ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഷെയ്ഡുള്ള ഒരു അമ്മയാണ്. അവരുടെ എന്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുത്താലും അതിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഒരാൾക്കും പറയാൻ പറ്റില്ല. അവർക്ക് പല ജസ്റ്റിഫിക്കേഷനും ഉണ്ടാവുമായിരിക്കാം. സ്വന്തം മകളെ കൊലപ്പെടുത്തിയ ഒരമ്മ, ഖെദ്ദ എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ചയായില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് മനോരമ മാക്സിൽ അത് OTT നമ്പർ 1 ഇപ്പോഴാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഭയങ്കര പല ഷെയ്ഡ്സുള്ള ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. കഥയല്ല, ജീവിതമാണ്. അവർ ജീവിച്ചിരുന്നു. യു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് വെരി സീനിയർ ആർട്ടിസ്റ്റ്, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു എൻവയൺമെൻറ്റിലല്ല നിൽക്കുന്നത്. UAE ഡാൻസ് പഠിപ്പിക്കണോ, കുട്ടികളുടെ കൂടെ ആ ഒരു എൻവയൺമെൻറ്റിൽ നിൽക്കുന്ന ഒരാൾ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു വലിയ സ്റ്റാർസ്, വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഹൗ ഡു യു നാവിഗേറ്റ് ദിസ് സ്പേസ്? കാരണം രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ്സ് ആണ്. ഡു യു ഫീൽ ദാറ്റ് യു ഹാവ് ടു പുട്ട് അനദർ ഗെയിം ഫേസ് ഓൺ, യു ഹാവ് ടു ഒരു ട്രാക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു ഫീലിംഗ് വരാറുണ്ടോ ഫ്രം എ ഡാൻസർ ടു എൻ ആക്ടർ? ആക്ച്വലി ഞാൻ ഇവിടെ കേരളത്തിലുള്ള കാലത്തും കലയാണല്ലോ എൻ്റെ മേഖല എന്ന് പറയുന്നത് നൃത്തമാണ്. കൊറിയോഗ്രാഫീസ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ദുബായിൽ പോയ ശേഷം ദുബായിൽ നടന്നിട്ടുള്ള UAE നടന്നിട്ടുള്ള ഒരു 90% മെഗാ ഷോസ്, ചാനൽ ഷോസ് അല്ലെങ്കിൽ വലിയ ഇവൻറ്റ്സ് ഒക്കെ കൊറിയോഗ്രാഫ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുവിധം ലാലേട്ടനെ ആണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഇവരൊക്കെ എനിക്ക് എല്ലാവരുമായിട്ടും എനിക്ക് പരിചയമുണ്ടായിരുന്നു. ബാക്ക് സ്റ്റേജിലാണെങ്കിലും ഇവരൊക്കെ പല സമയത്തെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും സിനിമയിൽ വരണോ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളാണ്, അഭിനയിക്കുന്നോ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളാണ്. സിദ്ദിഖ് ലാലിലെ ലാൽചേട്ടൻ ഒരു പടം ഞാൻ സൈൻ ചെയ്തതാണ്. അപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. കാബൂളിവാല എന്ന് പറയുന്ന ഒരു ചിത്രം, ലാൽചേട്ടനും. അപ്പോൾ ലാൽചേട്ടൻ്റെ കൂടെ പിന്നെ അവർ രണ്ടുപേരും ചെയ്ത ചിത്രത്തിൽ കിങ്ലാറിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇവരൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇവരൊന്നും പുതിയ ആളുകളല്ല.
പിന്നെ സിനിമാ പരമായിട്ടുള്ള ക്യാമറയാണെങ്കിൽ ഇവരൊക്കെ UAE വരുമ്പോൾ ഞാൻ റേഡിയോയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. 10 വർഷം ഞാൻ റേഡിയോയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഞാനിരുന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇവരെയൊക്കെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവരൊന്നും പുതിയ ഒരു ഏരിയ അല്ല, നൃത്തം പോലെ തന്നെ ഇവരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ്. അപ്പം അഭിനയം എനിക്കൊരു പുതിയ കാര്യമാണെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് വന്നു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിട്ടില്ല. റേഡിയോ ഏഷ്യയിലെ ഫസ്റ്റ് 2 ലൈൻസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു തരുമോ? എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം, നിങ്ങളോടൊപ്പം ആശാ ശരത്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഫുൾ സ്ഫുടമായ മലയാളത്തിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് വന്നാൽ സമ്മതിക്കില്ല, അങ്ങനെയായിരുന്നു. നമ്മുടെ രാമേന്ദ്രൻ സാറുടെ വാർത്തകൾ വായിക്കുന്നു രാമചന്ദ്രൻ സാറായിരുന്നു ഞങ്ങളുടെ ട്രെയിനർ. അപ്പം മലയാളത്തിൻ്റെ അക്ഷരശുദ്ധിയോടുകൂടി സ്ഫുടമായി സംസാരിക്കുക, ഒരു ഇംഗ്ലീഷ് വാക്ക് വന്നാൽ കഴിഞ്ഞു, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ റേഡിയോയുടെ സംസ്കാരം കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്ത് രസമാണ്, നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ പറയാം. പക്ഷെ ഞങ്ങളൊക്കെ എഴുതി നമുക്കറിയണം എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, എന്തെങ്കിലും വാക്കുകൾ തെറ്റുവരാൻ പാടില്ല, അങ്ങനെയൊക്കെ കൃത്യമായ രീതിയിൽ എഴുതി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെയാ ജോലി. പാട്ട് കേൾക്കാം, കുറേ സംസാരിക്കാം. ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് ജോബ്. വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് ലൈക്ക്? ചൈൽഡ്ഹുഡ് ഇസ് വെരി സ്ട്രിക്റ്റ് പേരൻസ്. അച്ഛൻ സ്ട്രിക്റ്റ് ആകുമ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കലി സ്ട്രിക്റ്റ് ആവുമല്ലോ. അമ്മ സ്ട്രിക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിൽ ആശ ചെയ്യരുത്, അച്ഛൻ വരും, അച്ഛൻ ചീത്ത പറയും, അങ്ങനെയാണ് എല്ലാം. ആശ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയാണ് ആയിരുന്നു. പിന്നെ 2 ചേട്ടന്മാരാണ്. ഇതിൽ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസം ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ അമ്മ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് കുത്തും, ഇപ്പോഴും ഞാൻ കുത്തും. അതായത് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണം, ഉപ്പെടുക്കണം. ആശയെ ഉപ്പെടുക്കൂ, ആശയെ വെള്ളം എടുക്കൂ, കഴിച്ചു കഴിഞ്ഞ് പാത്രം കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് എത്തിക്കുന്ന സമയത്ത് മുമ്പ് അടിച്ചു വാരണം, നമ്മുടെ ഉമ്മറ അടിക്കല്ലോ, പഴയ തറവാട് വീടുകളിലൊക്കെ. അപ്പോൾ ഉമ്മറ അടിക്കുമ്പോൾ എല്ലാം എൻ്റെ ജോലിയായിരുന്നു. അപ്പം ഞാൻ ചോദിക്കാം അമ്മയടുത്ത്, അതെന്താ ബാൾട്ടിന് ചെയ്താ, അതെന്താ വേണിച്ചേട്ടന് ചെയ്താ എന്ന് ചോദിച്ചാൽ അമ്മ അപ്പം പറയും, നീ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട കുട്ടിയാണ് എന്ന് കേട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് മുഴുവൻ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിലും നാളെ വേറൊരു വീട്ടിൽ പോയി തമാശയ്ക്ക് പറയും, വല്ലവൻ്റെ അന്തകാലത്ത് പറയാം, വല്ലവരുടെ കൈയും നിന്റെ പുറവും എന്നൊക്കെ. അതായത് വല്ലവരുടെയും കയ്യിൽ നിന്ന് അടി കിട്ടുമെന്ന് വല്ലവരുടെ കൈയും നിന്റെ പുറവും എന്നൊക്കെ പഴയ കാലത്തെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ചൈൽഡ്. പക്ഷേ അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും ഞാനൊരു കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഒരു സ്ട്രോങ് ആവണമെന്ന്, എൻ്റെ കാര്യങ്ങൾ ബാങ്കിൽ പോവുക, വണ്ടി ഓടിക്കുക, ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ തിരിച്ച് സംസാരിക്കണം, ഇതൊക്കെ അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് എന്നെ ധൈര്യമായിട്ട് വളർത്തിയത് എൻ്റെ ക്രെഡിറ്റ് അച്ഛനാണ്. പക്ഷെ അമ്മ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ അച്ഛനെ ഹെവിലി ഡോമിനേറ്റഡ് വൈഫ് എന്ന് വെച്ചാൽ അത്ര അച്ഛൻ ഡോമിനേറ്റ് ചെയ്യുന്ന അമ്മ ശരിക്കും ലോകം അറിയുന്ന കലാകാരിയാണ്. ജർമ്മനിയിൽ കലാമണ്ഡലം സുമതി എന്ന് പറഞ്ഞ കേരള ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഓൾ ഓവർ ദി വേൾഡ്, ജർമ്മനി, പാരീസ്, ഇംഗ്ലണ്ട്, നമ്മുടെ വിനീതേട്ടനൊക്കെ ഉണ്ടല്ലോ, ആക്ടർ വിനീതേട്ടൻ, പൊന്നമ്പിളി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്. അങ്ങനെ ഇവരൊക്കെ സ്റ്റേറ്റ് ലെവൽ വിൻ ചെയ്ത കുട്ടികളെ കൊണ്ട് ഈ ലോകമെമ്പാടുമുള്ള ലോക മലയാള സമ്മേളനത്തിൽ ട്രാവൽ ചെയ്തിട്ടുള്ള അധ്യാപികയാണ് അമ്മ. അതൊക്കെയാണ്. പക്ഷെ വീട്ടിൽ സുമതി എന്ന് വിളിച്ചാൽ ഞെട്ടുന്ന ഭാര്യയാണ്, അങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു, സുമതി വിളിക്കുമ്പോൾ എന്തിനാ അമ്മ അങ്ങനെ ഞെട്ടുന്നത് എന്നൊക്കെ പറയാം. അതൊക്കെ ഞെട്ടും, ഞാൻ ഭർത്താവിനോടുള്ള വികാരം പ്രേമമല്ലേ, അതൊക്കെ മറ്റുള്ളവർക്ക്, എനിക്ക് പേടിയാണ് എന്ന് പറയായിരുന്നു. പക്ഷെ ഉള്ളിൽ അച്ഛനെ ഭയങ്കര ബഹുമാനം ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഒരു ഫിയർ എപ്പോഴും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരാളാണ്, ബഹുമാനിക്കാൻ മാത്രമുള്ള ഒരാളാണ് എന്ന് പറയുന്ന അച്ഛൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ എഴുന്നേൽക്കും അങ്ങോട്ട്. ഞാൻ അമ്മോടേക്ക് അച്ഛൻ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ, അമ്മ തിരിച്ചു വരുമ്പോൾ അമ്മ എഴുന്നേൽക്കുന്ന എന്തിനാ, അപ്പം അമ്മ എന്നെ ഇങ്ങനെ പിച്ചു, വേണ്ടാതിരിക്കാശ് എന്ന് പറയും. അപ്പൊ ഈ ബ്രദേഴ്സ് എങ്ങനെയായിരുന്നു, ഇവരുടെ എന്തായിരുന്നു കാഴ്ചപ്പാട്? നല്ല സുഖമല്ലേ. അച്ഛൻ ഇപ്പൊ അമ്മ കുറച്ച് ഒച്ചെടുക്കുകയൊക്കെ ചെയ്താൽ ആ ചേട്ടന്മാർ റിയാക്ട് ചെയ്യും. ഇപ്പൊ എന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണല്ലോ. ആശ, ബാലു, വേണു, അപ്പൊ 3 പേർ. ഏറ്റവും ഇളയതാണ് ഞാൻ, വേണുചേട്ടനെയും ബാൽട്ടനെയും ചെറുതാണ്. പക്ഷെ ഭയങ്കര പാമ്പറിംഗ് ആണ്, ഭയങ്കര ചേട്ടന്മാർക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും പെർമിഷൻ എടുക്കണം. ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ തന്നെ അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, വെഞ്ചനോട് ചോദിക്കണം, ബാൾട്ടനോട് ചോദിക്കണം, എന്നിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ വിചാരം. അതാണ് 4 പേരോട് ചോദിച്ചിട്ടാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഇവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ ഞാനും തമ്മിൽ ട്വിൻസ് പോലെ, 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. മൂത്ത ആൾ ഞാനും തമ്മിൽ 9 വയസ്സ് വ്യത്യാസമുണ്ട്. അതൊരു ചേട്ടൻ. പക്ഷേ ചേട്ടൻ എന്നോട് ചോദിക്കായിരുന്നു, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ, അച്ഛൻ പറഞ്ഞാൽ കേൾക്കുമോ, ബാലു പറഞ്ഞാൽ കേൾക്കുമോ? അപ്പോൾ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ പറയും ചേട്ടൻ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞ ആളെ നീ കല്യാണം കഴിക്കുമോ?
അത് അച്ഛൻ പറഞ്ഞ ആളെ കല്യാണം കഴിക്കും. ഞാൻ ചേട്ടൻ പറഞ്ഞ ആളെ കല്യാണം കഴിക്കും. അങ്ങനെ ചേട്ടൻ പറഞ്ഞ ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എങ്ങനെയായിരുന്നു ശരത്തിനെ അറിയാമേ? വേൺചേട്ടൻ മസ്കറ്റിലായിരുന്നു ജോലി. മസ്കറ്റിൽ ഈ ബാച്ചിലർ ലൈഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ കഫറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും. ദുബായിലുണ്ട്, മസ്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ കഫറ്റീരിയ, മലയാളി കഫറ്റീരിയയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് 2 ചെയർ അപ്പുറത്തിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുകയായിരുന്നു ശരത്തേട്ടൻ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ മലയാളിയെ കാണുന്നത്. ഹീസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ നാസിക്, ശരത്തേട്ടൻ. അപ്പം മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാടിനോടുള്ള ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, ഹീസ് എ മലയാളി എന്നുള്ളൊരു സാധനം ഉണ്ടാവും. എൻ്റെ ചേട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ മലയാളി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനൊരു മലയാളി എന്നാണ്. അപ്പോൾ ശരത്തേട്ടനെ കണ്ട ഒരു നോർത്ത് ഈസ്റ്റ് ചായയൊക്കെയാണ്. അപ്പോൾ ശരത്തേട്ടൻ അടുത്ത് ചോദിച്ചു, ശരത്തേട്ടൻ വന്ന് വെഞ്ചിനോട് ചോദിച്ചു, അയ്യോ മലയാളി, അയ്യോ മലയാളി, യെസ്. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആയി. അപ്പോൾ എല്ലാ ദിവസവും ലഞ്ച് കഴിക്കുമ്പോൾ കാണും, സംസാരിക്കും. ഞാൻ എൻ്റെ ചേട്ടനെ എല്ലാ ദിവസവും എഴുതുമായിരുന്നു, എവറി ഡേ. അതായത് എന്നോട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഗോസിപ്സ് ആണ് എഴുതുക. ഇന്ന് അപ്പുറത്തെ വീട്ടിലെങ്ങനെ സംഭവിച്ചു, ഇന്ന് ബാൾട്ടൻ ഇങ്ങനെ പറഞ്ഞു, വെഞ്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെഞ്ചേട്ടൻ പഠിക്കുന്ന കാലം മുതൽ, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കാലം മുതൽ ദാറ്റ് വാസ് മൈ ഹാബിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി അയക്കും. അപ്പോൾ എൻ്റെ ആ സമയത്ത് എനിക്കൊരു നാഷണൽ ലെവൽ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ യൂണിവേഴ്സിറ്റിയിൽ വിൻ ചെയ്തു. അപ്പോൾ അതിന് ദൂരദർശനിൽ ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അന്ന് VHS ആണ്, കാസറ്റാണ് VHS. അത് ഞാൻ ഇവിടുന്ന് മസ്കറ്റിൽ പോയ ഒരാൾ ത്രൂ അയച്ചു. അപ്പോൾ വെൺചേട്ടൻ പറഞ്ഞു, എൻ്റെ അനീത്തിയുടെ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അവിടെ പോയാൽ നിനക്ക് ഫ്രീ ആയിട്ടൊരു മലയാളി ഷാപ്പാട് കിട്ടും, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരത്തേട്ടൻ ഭക്ഷണം കഴിക്കാൻ നല്ല ഊണ് കിട്ടും, ബാച്ചിലേഴ്സിന് നല്ല ഊണ് കിട്ടല്ല ബുദ്ധിമുട്ട്. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ശോഭ ചേച്ചി, സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവിടെ പോയി അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. ശരത്തേട്ടന് ഡാൻസും പാട്ടുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം എവിടെയോ ഒരു സ്പാർക്ക് തോന്നിയിട്ട്, ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം ഭയങ്കര സീരിയസ് തിരിച്ച് വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, ശരത്തേട്ടൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ആളെ കണ്ടു, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരത്ത് അമ്മ ചോദിച്ചു, ആരോ എവിടെയാണ്? അപ്പോൾ ശരത്തേട്ടന് 24 വയസ്സേ ഉള്ളൂ. എനിക്ക് 24 വയസ്സേ ഉള്ളൂ. പറഞ്ഞു, അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി കല്യാണം കഴിക്കണം, ഷീസ് ഫ്രം കേരള എന്ന് പറഞ്ഞു. അപ്പോൾ ഐ നോ ഹർ ബ്രദർ. അപ്പോൾ ചോദിച്ചു, എവിടെ കണ്ടു? TV-യിൽ. അമ്മ പറഞ്ഞു, നിനക്ക് ഭ്രാന്തായി, TV-യിലൊക്കെ കണ്ട ആളെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ. ഇല്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ്. അമ്മ 2 ചീത്ത പറഞ്ഞു, നീ ചുമ്മാ ഇരിക്കും ശരത്തേ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം വേൺചേട്ടൻ്റെ അടുത്ത് വിട്ട് പറഞ്ഞു, വേണു എന്നപ്പം വിളിക്കാം. പിന്നെ വേൺചേട്ടനായതാണ്. എനിക്ക് ഐ തിങ്ക് ഐ വുഡ് ലൈക്ക് ടു മാരി യുവർ സിസ്റ്റർ. അപ്പോൾ വേൺചേട്ടൻ ചോദിച്ചു, വാട്ട്? അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അപ്പോൾ മലയാളത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും, ഇംഗ്ലീഷിലാവുമ്പോൾ അത്രയും കുഴപ്പമില്ല. അങ്ങനെയാണ് ഇവർ പരിചയമായതും. പക്ഷെ വേൺചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ശരത്തിന്. ശരത്ത് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള, ഭയങ്കര എന്തോ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പം ഞാൻ പറയും, എൻ്റെ ചേട്ടനെ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് പറയപ്പോഴും. എന്തായാലും അങ്ങനെയാണ് കല്യാണം വന്നതും എന്നെ വിളിച്ച് സംസാരിച്ചതും. പിന്നെ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ടാണ്, ചേട്ടൻ പറഞ്ഞാലേ ഞാൻ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു. 1 ഇയർ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാനും ശരത്തേട്ടനും കണ്ടിട്ടില്ല, ഫോണിൽ മാത്രം. കണ്ടിട്ടേ ഇല്ല കല്യാണം വരെ. കല്യാണത്തിന് ഒരു ഫ്യൂ ഡേയ്സ് ബിഫോറാണ് ഞങ്ങൾ കണ്ടത്. 1 വർഷം പക്ഷെ നമ്മൾ നന്നായിട്ട് പ്രണയിച്ചു, നന്നായിട്ട് കോളേജിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കത്തെഴുതുക, കോളേജിൽ തൊട്ടിട്ട് പോണ പൊട്ട് വെച്ചിട്ട് അയക്കുക, അങ്ങനെ റൊമാൻറ്റിക് ആയിരുന്നു 1 ഇയർ. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് അറൗണ്ട് 2000 അല്ലേ ഇതൊക്കെ? ഇറ്റ് ഈസ് 94-ലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ആ കാലത്താണിത്. ഇതൊക്കെ അന്നും ഇതൊക്കെ വളരെ റെയർ ആണ്. അന്ന് ഫോൺ ഭയങ്കര ഇപ്പോഴത്തെ പോലെ നെറ്റ് കോളിംഗ് ഒന്നും ഇല്ലല്ലോ. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണാതെ കല്യാണം കഴിക്കാൻ അന്നും റെയർ ആണ്. ലൈക്ക് വെരി റെയർ. അന്നും ഇതുപോലെ കുറച്ചൊക്കെ ഡേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് കോർട്ട്ഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം. അന്നും ചാമ്പോറിന്റെ കാലത്തെ രീതികളായിരുന്നു. പക്ഷേ ശരത്തേട്ടൻ്റെ അച്ഛനും അമ്മയും വന്ന് ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവർ നാസിക്കിന്ന് വന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആക്ച്വലി പറഞ്ഞാൽ അവർ 4-5 ദിവസം നമ്മുടെ വീട്ടിൽ താമസിച്ചു. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവർ പോയത്. അപ്പം ആശയ്ക്ക് എപ്പോഴാണ് ലൈക്ക് നമുക്ക് സ്വന്തമായൊരു തോട്ട് പ്രോസസ് ഇല്ലേ? എവിടെയെങ്കിലും ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു വോയിസ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ദാറ്റ് ദിസ് ഇസ് ഇറ്റ്, ഇതാണ് മുന്നോട്ട് എന്നങ്ങനെ ഒരു പോയിന്റ് എത്തിയിരുന്നോ? അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ തന്നെ അങ്ങനെ. ചേട്ടൻ എനിക്ക് നല്ലതല്ലേ ചെയ്യുള്ളൂ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുക. ചേട്ടൻ നല്ലതല്ലേ ചെയ്യുള്ളൂ. അപ്പം വേൺചേട്ടൻ അമ്മയ്ക്കൊരു കത്ത് എഴുതി ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് അമ്മ എത്ര മാർക്ക് തരും? 100. എനിക്ക് 100 മാർക്കാണെങ്കിൽ ശരത്തിന് അമ്മ ഒരു 150 മാർക്ക് കൊടുക്കും. ഐ ആം ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ശരത്തിന് അന്ന് ഇങ്ങോട്ട് വന്ന് കാണാനുള്ള അവസ്ഥയൊന്നുമല്ല. ജോലിയല്ലേ, പയ്യനല്ലേ, ജോലിയാണ്, അവിടെ നിന്ന് വരാൻ പറ്റില്ല, ജോലി പോവും, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. നമുക്ക് 2 പേർക്കും അറിയാം, ഫോട്ടോ അയക്കലും കാണലും എല്ലാ ദിവസം ഫോൺ ചെയ്യും.
എല്ലാ ദിവസവും ഇന്നത്തെ പോലെ നെറ്റ് കോളിംഗ് ഒന്നുമില്ല തന്നെ. ഇപ്പോഴും റൊമാൻറ്റിക് ആണോ? അത്ര തന്നെ. വളരെ റൊമാൻറ്റിക് ആണ്, പറയുമ്പോൾ തോന്നും എന്താണെന്ന്. വളരെ റൊമാൻറ്റിക് വെച്ചാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ശരത്തിനോട് സംസാരിക്കാത്ത ഒരു ദിവസം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഈ ലോകത്ത് എവിടെയാണെങ്കിലും. ആൻഡ് സ്റ്റിൽ അമ്മ പങ്കു കളിയാക്കുന്ന പോലെയാണെങ്കിലും എവിടേക്കോ ആ റൊമാൻസ് ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ടോക്കിംഗ് അബൌട്ട് വേണുചേട്ടൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കല്യാണത്തിന് ഒരു മാസം വേണുചേട്ടൻ്റെ കല്യാണം 7th. പക്ഷെ എനിക്ക് ഒരു കണ്ടീഷനേ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ കല്യാണത്തിന് മുമ്പ് ചേട്ടൻ കല്യാണം കഴിക്കണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം എനിക്ക് അനിയത്തി കുട്ടിയായിട്ട് നമുക്ക് അങ്ങനെ തകർക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പറ്റില്ലല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ വേണുചേട്ടൻ്റെ കല്യാണം September 7th എൻ്റെ കല്യാണം September 11th. 3 ദിവസത്തെ ഡിഫറൻസിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസമാണ് ചേട്ടൻ ഉണ്ടായിരുന്നത്. ഒരു മാസം ചേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഹൗ ഡിഡ് യു പ്രോസസ് ദിസ് ലോസ്? ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നും ഇന്നും. അന്ന് ഒട്ടുമില്ല മെച്യൂരിറ്റി, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ വീട്ടിലുള്ളവരെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര വീട്ടിൽ ഒരു കല്യാണമൊക്കെ നടന്നൊരു സന്തോഷം, 2 കല്യാണം നടന്ന സന്തോഷം. അത് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ വീട്ടിലെ പന്തലിൻ്റെ സാധനങ്ങൾ പോലും ആവാറായിട്ടില്ല. സോ ഇറ്റ് ഓൾ ഹാപ്പൻ. എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു വർഷം ഞാൻ ദുബായിക്ക് പോയില്ല. ഞാൻ ഒരു വർഷം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. ശരത്തേട്ടൻ എന്നെ ഫോഴ്സ് ചെയ്തതുമില്ല, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നു. പിന്നെ അമ്മ ക്ലാസ് എടുക്കലൊന്നും അമ്മ പഠിപ്പിക്കലൊക്കെ നിന്നു. പക്ഷെ ഞാൻ അമ്മോട് അമ്മ ക്ലാസ്, പിന്നെ എന്നോട് അമ്മ ഫോഴ്സ് ചെയ്യാം തിരിച്ച് ദുബായിക്ക് പോകണം. പക്ഷെ അമ്മ പഠിപ്പിക്കാതെ, അമ്മ തിരിച്ച് നൃത്തത്തിലേക്ക് വരാതെ ഞാൻ പോവില്ല എന്ന് പറയാം. പിന്നെയാണ് അമ്മ പതുക്കെ വന്നു. അത് ഭയങ്കര ഒരു 30 years ആവുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും അതൊന്നും എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. അത് ഭയങ്കര പ്രോസസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോട്ട് അറ്റ് ഓൾ ഈസി. അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അതൊക്കെ സംഭവിച്ചത്. പിന്നെ എടത്തിയമ്മ വാസ് സച്ച് എ വണ്ടർഫുൾ എടത്തിയമ്മ. ഞാനും എടത്തിയമ്മയും ഒരു പ്രായമായിരുന്നു. പക്ഷെ എടത്തിയമ്മ എന്ന് വിളിക്കണമെന്ന് വേണിച്ചേട്ടൻ നിർബന്ധമായിരുന്നു. അപ്പോൾ എടത്തിയമ്മ എന്ന് വിളിക്കായിരുന്നു. ഷീസ് സച്ച് എ സ്വീറ്റ് ഹാർട്ട്. I think you have seen some really lovely men in your life, especially your brother, വേണുചേട്ടൻ എന്ന് പറയുന്നത്. രണ്ടുപേരും ബോത്ത് ബ്രദേഴ്സ്. വേണുചേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ what is that quality that you really admire in him as a man? ഒരു ചേട്ടനുപരി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്ത് ക്വാളിറ്റിയാണ് ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത്? വേണുചേട്ടൻ ഭയങ്കര ഒരു, ഇപ്പം ആരും അനീതി എന്ന് പറയുന്ന അനീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ധൈര്യം പലരും കാണിക്കില്ല. ഞാൻ കൊണ്ടുവരുന്നു, എൻ്റെ വിശ്വാസം, എൻ്റെ ഉറപ്പ്. എല്ലാവർക്കും പേടിയായിരിക്കും, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും പറ്റിയാൽ. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു അച്ഛൻ സ്ഥാനം, ഒരു ചേട്ടൻ സ്ഥാനം. എന്നെ മോളു എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ശരത്ത് എന്നെ മോളു എന്ന് വിളിക്കുന്നത്. ശരത്തിൻ്റെ വിചാരം എൻ്റെ പേര് മോളു എന്നാണ്, വീട്ടിലത്തെ പെറ്റ് നെയിം മോളു എന്നാണെന്നാണ്. ഹി കോൾസ് മീ ചേത്ത മോളു, ചേട്ടൻ്റെ മോളു, അങ്ങനെ വിളിക്കാം. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ വേണുചേട്ടൻ 100% സിൻസിയർ ആയിരുന്നു. വേണുവിന് ലോകത്തിൽ ഇഷ്ടം ആശയായിരുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെയായിരുന്നു. ഭയങ്കര പോസിറ്റിവിറ്റിയുള്ള, ഭയങ്കര കൈൻഡായിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല ചേട്ടൻ 29 years ജീവിച്ചുള്ളൂ എന്ന്. ഞാൻ അമ്മോട് ചോദിക്കും, ഈ 29 years ഇത്ര മെച്യൂരിറ്റി എവിടെ നിന്ന് വന്നു? ഇപ്പോഴത്തെ 29 years എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന ഇപ്പോൾ പങ്കു ഓൾമോസ്റ്റ് 26, 27 ഒക്കെ ആയി. ഇവർക്കൊന്നും ഒരു മെച്യൂരിറ്റി ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ പറയും, വേണുചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു പ്രായത്തിൽ ഇത്ര മെച്യൂരിറ്റി വന്നത്, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും? എനിക്ക് ഓർമ്മയുണ്ട് വേണ്ടൻ മസ്കറ്റിൽ നിന്ന് വന്നതും. അത് കഴിഞ്ഞിട്ട് മസ്കറ്റിൽ കലകൾക്ക് പ്രോഗ്രസ് വളരെ കുറവായിരുന്നു ആ കാലത്ത്, ഇപ്പോഴത്തെ പോലെയല്ല. സോ വേണുചേട്ടൻ ആദ്യം ഷിഫ്റ്റ് ചെയ്തു, ഞാൻ ദുബായിക്ക്. ദെൻ ശരത്തേട്ടൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യിച്ചു. ദെൻ ബോത്ത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ദുബായിക്ക് പോയത്. രണ്ടുപേരും മസ്കറ്റിലായിരുന്നു. ബിക്കോസ് ദുബായിൽ അന്നും കലകൾക്ക് ഭയങ്കര പ്രോഗ്രസ്സാണ്, അപ്രീസിയേഷനാണ്. സോ ആദ്യം വേണുചേട്ടൻ പോയി, വേണുചേട്ടൻ ജോലി നോക്കി. ദെൻ ശരത്തേട്ടനെ കൊണ്ടുപോയി, ശരത്തേട്ടൻ ജോലി നോക്കി. സോ അങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നു. ബിക്കോസ് ഞാനുണ്ടാവണം, സെൽഫ്ലെസ്. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. യാ, എല്ലാത്തിനും ബ്ലൈൻഡ്ലി. അതുപോലെ വേണുചേട്ടൻ എടത്തിയമ്മ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ലവ് മാരേജ് ആയിരുന്നു എടത്തിയമ്മയുടേത്. ലവ് മാരേജ്, ബാംഗ്ലൂരായിരുന്നു എടത്തിയമ്മ. വേണുചേട്ടൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചു, നിനക്ക് വിഷമാവോ? ഒന്നുമില്ല. ഞാൻ ബിനു എന്ന പേര്, ബിനുവിനെ മോളു എന്ന് വിളിച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, അപ്പോൾ സാധാരണ ഞാനൊരു ചേട്ടന്മാരുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവും കുശുമ്പിയൊക്കെയാണ്. ആ കാര്യത്തിൽ ആ രണ്ടുപേരോടെ എനിക്ക് കുശുമ്പുള്ളൂ. കുശുമ്പെന്ന് ചേട്ടന്മാരുടെ അനീതി എന്നുള്ള സ്ഥാനത്ത് എന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് നോട്ട് യുവർ അനീതി, വിളിക്കൂ. വേറെ അനീതിമാരെ മോളൂന്ന് വിളിക്കാൻ പാടില്ല. പക്ഷേ അല്ലാണ്ട് ചേട്ടൻ എടത്തിയമ്മയെ മോളൂന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നു. സത്യം, ഭയങ്കരം.
അതുപോലെ തന്നെ ബാൾട്ടൻ എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ബാൾട്ടൻ എന്ന് പറയാം, ബാൽഗോപാൽ എന്നുള്ള പേരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എവിടെ നിന്നാണ് ഈ ബാൾട്ടൻ എന്നുള്ള പേര്? ഈ ബാലു ചേട്ടൻ നമ്മൾ വിളിച്ച് അത് ബാൾട്ടൻ ആയതാണ്. ഞാനപ്പോൾ വിചാരിച്ചു ബാൾട്ടൻ എന്നുള്ള പേരോ, അത് എങ്ങനെയാ പേരാവുക? നിങ്ങളുടെ ട്വിൻസ് പോലത്തെ റിലേഷൻഷിപ്പ്, 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പൂരത്തല്ലായിരുന്നു. പൂരത്തല്ലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പലർക്കും സംശയം. സമയം കിട്ടിയ എങ്ങനെ തട്ടണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമായിരുന്നു ചെറുതായിരുന്നപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാലുകൊണ്ടൊരു തട്ട്. അമ്മ പറയായിരുന്നു, അയ്യോ അമ്മ പറയും, ഉണ്ടായി വന്നപ്പം കുഞ്ഞുവാവിനെ കാണാൻ വന്നപ്പോൾ ആദ്യം ബാൾട്ടൻ പറഞ്ഞു, ഇത് ചീത്തക്കളയമ്മ എന്നാ പറഞ്ഞിരുന്നത് ആദ്യം. പിന്നെ അത് വലുതാവും തോറും നമുക്ക് ഭയങ്കര ഒരുമിച്ച് ഉറങ്ങിയിരുന്നത്, എല്ലാം ഒരുമിച്ചായിരുന്നു. ആശയം ബാലും DP കാണുമ്പോൾ DP ഈസ് മൈ ബ്രദർ. അതെന്തായിരുന്നു? അത് ഞാൻ ഇവന് ചെവിയിൽ ഉമ്മ വയ്ക്കുമ്പോൾ ഭയങ്കര ഇക്ലിയാണ്. അപ്പം ഞാനിങ്ങനെ ചെവിയിൽ മുറുക്കി ഉമ്മ വയ്ക്കുമ്പോൾ ആ ഇക്ലിയുടെ ഒരു പടം സെൽഫി എടുത്തത് തന്നെയാണ്, ഞാൻ എടുത്ത സെൽഫിയാണത്. അതാണ് ബാൾട്ടൻ. And again, Asha, I know it is a difficult question to ask as well. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള 2 ഫിഗേഴ്സ് ഇൻ യുവർ ലൈഫ്, 2 ചേട്ടന്മാർ, ആൻഡ് നൗ ദേ ആർ നോട്ട് ദെയർ, 2 പേരുമില്ല. ഈ ഒരു വോയിഡ് ഈസ് ഹ്യൂജ്. ആൻഡ് എനിക്ക് എപ്പോഴും ആശയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, എന്തുണ്ടെങ്കിലും അത് ഉള്ളിനകത്ത് ഒതുക്കി പിടിച്ച് യു പുട്ട് അപ്പ് ദിസ് ഫ്രണ്ട് ആൻഡ് യു മൂവ് ത്രൂ ലൈഫ്. ഐ കാൻ ഇമാജിൻ വാട്ട് ഇറ്റ് വുഡ് ബി ഇൻസൈഡ് ഫോർ യു. അല്ല, എന്താണെന്നറിയോ തന്നെയാണ്, ഞാൻ ആ ഒരു ധൈര്യം കാണിച്ചിട്ടില്ല എങ്കിൽ, ധൈര്യം ഞാൻ സ്വയം, പകുതി അഭിനയമാണ് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ. അത് നമ്മൾ ആ ഒരു ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛൻ പോയിട്ട് ഇപ്പോൾ 3 വർഷമായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജീവിക്കാനുള്ള ഒരു നോക്കുന്നത് ഒരാളെയാണ്, ആശയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അവർക്ക് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള. അത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇപ്പോഴും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീടിൻ്റെ പേര് ബാലഗോകുൽ എന്നാണ് എൻ്റെ വീടിൻ്റെ പേര്. കാര്യം വേണിച്ചേട്ടൻ പോയ ശേഷം ഞാൻ ബാൾട്ടനെയും കൂടി 2 പേരും ഒന്നായിട്ടാണ് കണ്ടിരുന്നത്. നമ്മൾ 2 പേരും ഒന്നായിട്ടാണ് കാണുന്നത്. എനിക്കൊന്ന് ബാൾട്ടൻ ചിലപ്പോൾ എന്നിലായിരിക്കും വേണിച്ചേട്ടനെ കാണുന്നുണ്ടാവുക. സോ ആ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഇപ്പോഴും ഇവരൊക്കെ പോയോ എന്നുള്ളൊരു, പോയി എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഒട്ടും ജീവിക്കാൻ പറ്റില്ല. ചേട്ടൻ പോയ അന്ന് ഇട്ടതാണ് ആ DP ഞാൻ. പിന്നെ ഞാൻ DP മാറ്റിയിട്ടില്ല. ഇപ്പം 7 വർഷമാവുന്നു ചേട്ടൻ പോയിട്ട്. പക്ഷേ എനിക്ക് അതിനുശേഷമായിരുന്നു വീട്, എറണാകുളത്തെ വീട്, പാലകാശം, ചേട്ടൻ്റെ വീട് ഒക്കെ. അവരില്ലാത്തൊരവസ്ഥ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചിന്തിക്കാൻ. അവരുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവാണ്. ഭയങ്കരമായിട്ടൊരു നമ്മളിങ്ങനെ താഴത്തേക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് അത് ചിന്തിക്കുമ്പോൾ. ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളാണത്. പിന്നെ ഞാൻ ആലോചിക്കും, അമ്മയോട് ഞാൻ പറയും, നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ പോകും, നമ്മളെല്ലാവരും ക്യൂവിലാണമ്മ, അവരുടെ അടുത്തേക്ക് നമ്മൾ പോവും. അപ്പം നമ്മൾ ആദ്യം പോയി സീറ്റ് പിടിച്ചു എന്ന് മാത്രം, നമ്മളെല്ലാം ഒരു ഓൺ ദ വേ ആണ്. അതുകൊണ്ട് അമ്മ യു ഡോണ്ട് വറി, നമ്മളും പോവും അവരുടെ അടുത്തേക്ക് എന്നുള്ളൊരു കോൺഫിഡൻസ് അമ്മയ്ക്ക് കൊടുക്കുക. പിന്നെ 2 മക്കളെന്ന് പറയുന്ന അമ്മയ്ക്ക് എൻ്റെ 2 മക്കൾക്കും ഏറ്റവും ഇഷ്ടം ബാൾട്ടനായിരുന്നു. പീലു എന്നാണ്, ചേട്ടന് കുട്ടികളുണ്ടായിരുന്നില്ല, പീലു എന്നാണ് വിളിച്ചിരുന്നത് ബാൾട്ടനെ. പീലു എന്നോട് പറയായിരുന്നു, എനിക്ക് അടുത്ത ഒരു ബർത്ത് ഉള്ളപ്പം എനിക്ക് പീലുവിൻ്റെ കുഞ്ഞുവാവയാവണം. അപ്പം പീലുവിൻ്റെ കുഞ്ഞുവാവെന്ന് വെച്ചാൽ അപ്പോൾ പീലു ആണെന്നല്ലേ വിചാരിക്കുക. അങ്ങനെയല്ല, പീലു ആണ് തന്നെ, പക്ഷെ പീലു പ്രസവിക്കണം, പീലുവിൻ്റെ കുഞ്ഞുവാവയാവണം, പീലു അമ്മാവൻ തന്നെ, അങ്ങനെ ആവണം എനിക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ നിൽക്കുക. ചേട്ടൻ്റെ ജീവൻ അവരുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ്. അതൊക്കെ നമ്മളിങ്ങനെ ഇല്ലാത്ത ധൈര്യം കാണിച്ച് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴും എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഷോൾഡർ തപ്പും. ഞാൻ വേറെ ഷോൾഡർ ഇല്ല എനിക്ക്, അപ്പം അതിങ്ങനെ തപ്പും. എനിക്കൊരിക്കലും അങ്ങനെ ഒരു ചേട്ടൻ സ്ഥാനത്ത് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ആശ. അപ്പം എനിക്കറിയില്ല. അതെ, ഞാൻ ആ ഒരു ഷോൾഡർ, ദാറ്റ് ഇസ് സംതിങ് നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഇവരോട് പറയാൻ പറ്റുമായിരുന്നു. എനിക്കൊരു ഫ്രണ്ട് കൂടിയായിരുന്നു. ഇപ്പോഴും വലിയ സ്ട്രെസ്സും വലിയ ടെൻഷൻസൊക്കെ വരുമ്പോൾ അപ്പോഴാണ് ഭയങ്കരമായിട്ട് നമുക്ക് എപ്പോഴും മിസ്സിങ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് അയ്യോ ഇല്ലല്ലോ, പോയല്ലോ എന്ന് തോന്നുക. ഞാൻ ഒരാളുണ്ടല്ലോ തന്നെയാണ്. ഞാനെന്ന് പറയുന്നത് ഇപ്പം ശരത്തേട്ടനാണെങ്കിലും അമ്മൂനാണെങ്കിലും പങ്കൂനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇതാണ് എൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ആദി ഈസ് ദെയർ, ആദി +1 ആഡ്. പക്ഷേ ഇത്രയും പേർക്ക് എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാനാണ്. ഞാനൊന്ന് തളർന്നാൽ ഇപ്പോഴും
വേണിച്ചേട്ടൻ്റെയും ബാൾട്ടൻ്റെയും കാര്യം മാത്രമല്ല, അമ്മുൻ്റെ ആണെങ്കിലും പങ്കുൻ്റെ ആണെങ്കിലും. അപ്പം ഞാനാണ് അവിടുത്തെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഞാനൊന്ന് ചിലപ്പോൾ എൻ്റെ മുഖം പാടി എല്ലാവരും അയ്യോ 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 എന്ന് തോന്നും. അപ്പം നമ്മളത് കരയാൻ പറ്റില്ല, കരയാണ്ട് നമ്മൾ ധൈര്യമായിട്ട്. പക്ഷെ പല സിറ്റുവേഷനിലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പം തളർന്നു പോകും. പ്രത്യേകിച്ച് പങ്കുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പങ്കു ഭയങ്കര കരയാണ്. പങ്കു കരയണ എന്താണെന്ന് പങ്കുവിനും എനിക്കും അറിയുള്ളൂ. അവൾക്ക് വൈ ഷീസ് ക്രൈങ് എന്നുള്ളത് എനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. എല്ലാവരും വിചാരിക്കുന്നത് കല്യാണം കൊണ്ട് വീട്ടിൽ നിന്ന് പോകണമാണ്. നോ, ഷീസ് ടെല്ലിങ് ഐ എം മിസ്സിങ് പിലു, ഐ എം മിസ്സിങ് അപ്പൂപ്പൻ. ദാറ്റ് ഇസ് ദെയർ. അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. സോ എപ്പോഴും ഞാൻ വിചാരിക്കും ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചിലപ്പോൾ നല്ലതാണെന്ന് തോന്നും. കാര്യം ഇങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും മനസ്സിലിങ്ങനെ. അതിങ്ങനെ പിടിച്ചാലാണ് നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ജനന മരണ സഹജം എന്നൊക്കെ വായിക്കും, കുറേ ടോക്ക് കേൾക്കും, ഇതൊക്കെ സംഭവിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ച് മുമ്പോട്ട് പോകാല്ലാണ്ട് വേറെ വഴിയില്ല. യു വെരി സ്ട്രോങ് ആശ. എനിക്ക് സ്ട്രോങ് എന്നുള്ളൊരു വാക്കിനോട് വലിയ താല്പര്യമില്ല. കാരണം പലപ്പോഴും ഈ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം ഇമോഷണൽ ലോഡ് ക്യാരി ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അത് എളുപ്പമല്ല. അത് ഒരു സ്ത്രീക്കും എളുപ്പമല്ല ടു ക്യാരി ദി എമോഷണൽ ലോഡ് ഓഫ് ദി എൻറ്റയർ ഫാമിലി ലൈക്ക് യു ആർ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇത് മാത്രമല്ല തന്നെ നമ്മളൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളൂടെയാണ്. ശരത്തേട്ടൻ ഈസ് ഇൻ ടു ബിസിനസ്, ഐ ആം ഇൻ ടു ബിസിനസ്. സ്കൂൾസ് ആണ്, ഓക്കെ, കൾച്ചറൽ ടീച്ചിങ് ആണെങ്കിലും ഇറ്റ് ഈസ് എൻ ബിസിനസ് കൈൻഡ് ഓഫ് സ്കൂൾസ്. സോ ബിസിനസ്സിൽ എന്ന് വെച്ചാൽ ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇത് മുകളിലാവുമ്പോൾ ഇറ്റ് ഇസ് ഓൾ ഫൈൻ. വി ഹാവ് സോ മെനി പീപ്പിൾ ടു ടേക്ക് കെയർ ഓഫ് എസ്, നമ്മളെ ഹാൻഡിൽ ചെയ്യാനും നമ്മളുടെ സൗഹൃദത്തിനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. താഴത്തേക്ക് അങ്ങ് വീഴുമ്പോൾ ഉണ്ടല്ലോ, ടപ്പ് അങ്ങോട്ട് വീഴുമ്പോൾ ചിലപ്പോൾ താഴെ ഒന്നും ഉണ്ടാവില്ല. അവിടെ നമ്മളെ ഹാൻഡിൽ ചെയ്യാനോ നമ്മുടെ കൈ പിടിക്കാനോ അത് ആരുടെയും തെറ്റല്ല. ആ കൂടെ നിന്ന സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ദേ ആർ ബിസി ഇൻ ദെയർ ഓൺ ലൈൻ. നമ്മളെ മാത്രം സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവർ ചിലപ്പോൾ തിരക്കിനിടയ്ക്ക് അത് വിട്ടുപോകും. പിന്നെ ദൂരെ താമസിക്കുമ്പോൾ എന്താ വെച്ചാൽ കണ്ണകലുമ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ അകലെന്ന് പറയുന്ന പോലെ. സോ വി ആർ എവേ ഫ്രം സംതിങ്. കുറച്ച് നാളാകുമ്പം അവർ നമ്മളെ വിട്ടുപോകും. അതൊന്നും മിസ്റ്റേക്ക് അല്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നവർക്ക് അത് നമ്മൾ കുറച്ച് ബാധിച്ചിരിക്കുമ്പോൾ നമ്മളൊരാൾ ചിലപ്പോൾ ഒന്ന് തട്ടിയാൽ നമുക്ക് വല്ലാണ്ട് വേദനിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്ന് വിചാരിക്കും. സോ അങ്ങനെയുള്ള ഡൗൺഫോളും അവിടെ നിന്ന് മുകളിലേക്ക് പോകലും ഈ പറഞ്ഞ ഇത്രയും ട്രാജിക് മരണങ്ങളും ഒക്കെ ഫേസ് ചെയ്തിട്ട് പോകുമ്പം ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാൻഡിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ജീവിതം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ എപ്പോഴും നോക്കും, പോസിറ്റീവായിട്ട് എടുക്കും. അച്ഛൻ പോയപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ അല്ലേ, 2-3 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അമ്മ ഒറ്റപ്പെട്ടല്ലോ ഒരു രീതിയിൽ. ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ഇവരൊന്നിച്ച് ജീവിച്ചാണ്. അപ്പോൾ ആ സമയത്ത് അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ക്രൂഷ്യൽ ഡിസിഷൻ്റെ ഒരു ഫേസ് ആയിരുന്നില്ലേ ആശയ്ക്ക്? അമ്മയും ബാൾട്ടൻ പോയ ശേഷം ഞാൻ അച്ഛനും അമ്മയും തനിയാക്കിയിട്ടേ ഇല്ല, ഒരിക്കലും തനിയാക്കിയിട്ടില്ല. അച്ഛനും അമ്മയും ദുബായിലുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിലാകുമ്പം ഞാൻ, അല്ലെങ്കിൽ അമ്മു, അല്ലെങ്കിൽ പങ്കു, അല്ലെങ്കിൽ ശരത്തേട്ടൻ, ഞങ്ങൾ 4 പേര് അല്ലെങ്കിൽ മാറി മാറി ഇവിടെ നിൽക്കും, അവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും എങ്ങാനും നമ്മൾ അവിടെയാണെങ്കിലും നമുക്ക് അയ്യോ എന്ന് വിളിച്ചാൽ ഓടി വരുന്ന 1-2 നല്ല വ്യക്തികൾ, നല്ല സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഇവരെ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടുള്ള വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ഒരു ദുബായിലായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അച്ഛൻ പോയ ശേഷം ഞാൻ അമ്മ ഒരു ദിവസം പോലും ഒറ്റയ്ക്കാക്കിയിട്ടില്ല. അച്ഛൻ പോയ സമയത്ത് ആശ ഉണ്ടായിരുന്നു, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഞാനുണ്ടായിരുന്നു, ശരത്തേട്ടനുണ്ടായിരുന്നു. പിന്നെ 2 പേരും പോയ ശേഷം ശരത്തേട്ടനായിരുന്നു അവരുടെ മകൻ. ഇപ്പോൾ വേണിച്ചേട്ടൻ്റെ ബാൾട്ടൻ ശരിക്കും ബാൾട്ടൻ്റെ കർമ്മങ്ങൾ ബാൾട്ടനേക്കാളും ശരത്തേട്ടൻ ചേർന്ന, പക്ഷേ അനിയൻ എന്നുള്ളൊരു സ്ഥാനമാണ്. പിന്നെ അതിലുപരി നമുക്കൊരു കർമ്മം ചെയ്യുമ്പോൾ പോലും നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഒരു കർമ്മമായിട്ട് അല്ലെങ്കിൽ ഒരു വഴിപാടായിട്ടല്ലല്ലോ. എല്ലാ കർമ്മങ്ങളും ചെയ്ത് ശരത്തേട്ടനാണ്, അച്ഛൻ്റെയും ബാൾട്ടൻ്റെയും ഒക്കെ. അപ്പോൾ അവർക്കൊരു മകൻ സ്ഥാനം തന്നെയാണ് എല്ലാം കൊണ്ടും. എന്നെക്കാളും ഇഷ്ടം ഒരു പക്ഷേ അമ്മയ്ക്ക് ശരത്തിനെ ആയിരിക്കും എന്ന് പറയാം. അത്രയും ഒരു അറ്റാച്ച്ഡാണ്. അപ്പോൾ അമ്മ ദുബായിലായിരിക്കും, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയായിരിക്കും. ഇപ്പോൾ കൂടുതൽ എറണാകുളത്തുണ്ട്, ഞാനിവിടെയാണുള്ളത്. എറണാകുളത്ത് അമ്മ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ അമ്മയെ ഒറ്റയ്ക്കാക്കുമ്പം അമ്മയ്ക്കല്ല പ്രശ്നം, എനിക്കാണ് പ്രശ്നം. ഇപ്പം അമ്മയായിരിക്കും ഫുൾ ഫോക്കസ് അല്ലേ ആശയുടെ? അമ്മയുടെ ഒരു കണ്ണ് നിറയുന്നതോ അല്ലെങ്കിൽ അമ്മ ഒന്ന് വിഷമിക്കുന്നതോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം 3 പേരുടെ ഉത്തരവാദിത്തം എന്നിലാണ്. അമ്മ എന്നെ മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണ്. ആശ എന്നുള്ളത് മാത്രം നീക്കി. അതിൽ തമാശയ്ക്ക് പറയാം, അമ്മയ്ക്കും അവാർഡ്സൊക്കെ ഇപ്പോഴും കിട്ടുന്ന ഒരാളാണ്. ഒരു അവാർഡ് വിളിക്കുമ്പോൾ അമ്മ ചോദിക്കുകയാണ് ടീച്ചറെ, ഇങ്ങനെ ടീച്ചർക്കൊരു പുരസ്കാരമുണ്ട്, ടീച്ചർ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉടനെ പറയാം ഞാൻ നോക്കട്ടെ, ആശയോട് ചോദിക്കട്ടെ. ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്താ അങ്ങനെ പറയണേ, ആശയോട് ചോദിക്കട്ടെ എന്ന്. അപ്പം അമ്മ എന്നോട് പറയാം എനിക്ക് ആരോടെങ്കിലും ചോദിക്കണം. ഞാൻ പറഞ്ഞു എന്തിന്,
അമ്മ എന്തിനാ ആരോടെങ്കിലും ചോദിക്കണേ? അമ്മയ്ക്കൊരു എത്രയും വലിയൊരു പുരസ്കാരം, അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, അമ്മ പോണം. എന്നാലും എനിക്ക് ചോദിക്കണ്ടേ ആശേ? കാര്യം അങ്ങനെയാണ് അമ്മയുടെ ഒരു രീതി. അപ്പം അമ്മ പറയണേ, എനിക്കിപ്പോൾ നീയല്ലേ ഉള്ളൂ ചോദിക്കാൻ, അപ്പം എനിക്ക് നിന്നോട് ചോദിക്കണം. കലാമണ്ഡലത്തിലൊരു വലിയ ഫംഗ്ഷൻ നടക്കുന്നു, അപ്പം അമ്മ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്നു, ഞാനൊന്ന് ആശയോട് ചോദിക്കട്ടെ. ഞാൻ അമ്മ എന്നെ ദയവ് ഇതെന്നെ വിഷമിപ്പിക്കല്ലേ അമ്മ എന്ന് പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു രീതിക്ക് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴും കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നു. അമ്മ പഠിപ്പിക്കുമ്പോൾ അമ്മ ഒന്നും അറിയില്ല, അമ്മ ഹാപ്പിയായി പഠിപ്പിക്കുന്നു. കുറേ കൊച്ചുമക്കൾ ടീച്ചർ അമ്മൂമ്മ എന്ന് വിളിക്കും. ഷീ ഈസ് എൻജോയിങ് ഹെർ ലൈഫ് വിത്ത് ചിൽഡ്രൻ. ഇപ്പോൾ ആശയുടെ ഈ സക്സസ്സിനെ എങ്ങനെയാണ് അമ്മ കാണുന്നത്? കാരണം ടീച്ചർ എന്ന നിലയ്ക്കും, ഒരു ബിസിനസ് വുമൺ എന്ന നിലയ്ക്കും, ഒരു ഡാൻസർ എന്ന നിലയ്ക്കും, ഒരു അമ്മ എന്ന നിലയ്ക്കും, എല്ലാ രീതിയിലും ആശ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഓഫ് കോഴ്സ് ഒത്തിരി അവാർഡ്സും എല്ലാ റെക്കഗ്നിഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ കലാമണ്ഡലം സുമതി അമ്മ എന്നൊരു നർത്തകിയല്ല, ഒരു അമ്മ എന്ന നിലയ്ക്ക് ഹൗ ഡസ് ഷീ സീ യുവർ? അമ്മ ആദ്യം എന്നോട് ചോദിക്കാൻ എന്താ പറയാം, ശരത്തിനോട് ചോദിച്ചോ? ഇപ്പോഴും അങ്ങനെയാണ് ചോദിക്കുക. ഇപ്പം കുറച്ചൊരു തിരക്കായി, ആശ ഇപ്പം നീ കുറച്ച് തിരക്കാവുന്നുണ്ട്, ശരത്തിന് വിഷമാവാൻ പാടില്ല. എല്ലാത്തിൻ്റെയും അമ്മയുടെ ഫസ്റ്റ് പ്രിഫറൻസ് ശരത്തേട്ടനാണ്. കാര്യം അമ്മ ജീവിച്ചിട്ടുള്ള രീതി. അപ്പം ശരത്തേട്ടൻ പറയാം, അമ്മേ ഇറ്റ്സ് ഹെർ ലൈഫ്, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്തിനാണ് അമ്മ എൻ്റെ പെർമിഷൻ ഇങ്ങനെ വേണമെന്ന് അമ്മ പറയുന്നത്? അല്ല എന്നാലും അങ്ങനെ നോക്കണം. അമ്മ ഇസ് വെരി ഹാപ്പി. അമ്മ ആദ്യകാലത്ത് അഭിനയിക്കാൻ സമ്മതിക്കാത്തത് കല്യാണം നല്ലത് വരില്ല എന്നുള്ള പേടിച്ചിട്ടാണ്. അപ്പോൾ കല്യാണം, അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അമ്മ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കളിയാക്കും. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ എല്ലാത്തിലും ഭയങ്കര അഭിമാനമാണ്. പക്ഷെ അമ്മ ഭയങ്കര പുകഴ്ത്തുന്ന അമ്മയല്ല. ഓ എൻ്റെ മോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നുമല്ല. എല്ലാം ഒരു പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അവാർഡാണ്. അപ്പോൾ ഇവരുടെ ഡൈനാമിക്സ് ഭയങ്കര രസമായിരിക്കും അല്ലേ? അമ്മയും അച്ഛൻ്റെ ഡൈനാമിക്സും നിങ്ങൾ തമ്മിലുള്ള ഡൈനാമിക്സ് കാണുമ്പോൾ അമ്മയ്ക്ക് ഷോക്കായിരിക്കും അല്ലേ? ഇപ്പം എങ്ങനെയാ വെച്ചാൽ ശരത്തേട്ടനും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോഴാണ്, കുറച്ച് വർഷങ്ങളായിട്ടാണ് അമ്മ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം ഇങ്ങനെ ഇപ്പം ആദ്യം കുറച്ച് ദിവസമൊക്കെ ഭയങ്കര കുറച്ച് ദിവസമൊക്കെ ഹലോ ഹായ് എന്നുള്ളൊരു ബഹുമാനത്തിലൂടെ അല്ലേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം അമ്മ ഉണ്ടെന്ന് മറന്നു. അപ്പം ഞാൻ പറയും മനുഷ്യ അമ്മയുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പം അമ്മ പറയും ഞാനെനിക്കിത് ശീലമായി, കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഇതൊരു ശീലമായി. ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയില്ലേ ഗ്രീൻ ഫ്ലാഗ് എന്ന്? ബേസിക്കലി ശരത് is a green flag അല്ലേ? What is that quality that you noticed in Sharath which is എങ്ങും കാണാത്ത കാര്യം? I know you like him as a person. ഇപ്പം ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം വ്യക്തി എന്ന നിലയ്ക്ക് ഇഷ്ടപ്പെടണം. ലവ്, റെസ്പെക്ട്, കെയർ അതൊക്കെ ഉണ്ട്, എന്നാലും വ്യക്തികൾ എന്ന നിലയ്ക്ക് പരസ്പരം ഇഷ്ടപ്പെടണം. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ലൈക്ക് അബൌട്ട് ഹിം ആസ് എ പേഴ്സൺ? സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. നീ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്. അത് ഒരു തരത്തിലും ഇപ്പം എൻ്റെ രീതിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ഭാര്യ എന്നുള്ള രീതിയിലല്ല. എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് 18 വർഷമായിട്ട് നിൽക്കുന്ന ശാന്ത ഇപ്പോൾ 18 വർഷമായിട്ട് എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെയുള്ള ഒരാളാണ്. എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് പോലെ ദുബായിലും ഇവിടെയൊക്കെ ഉള്ള ആളാണ്. ശാന്തയോട് പോലും ശരത്തേട്ടൻ സംസാരിക്കുന്നത് അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ളത് ഒരേ രീതിയിലാണ്. സോ ഹി റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അവരുടെ ജോലിയെ, എന്ത് ജോലിയാണോ എന്ത് ജോലിയും ഭയങ്കര ബഹുമാനത്തോടു കൂടി മാത്രം കാണുന്ന ഒരാളാണ്. പിന്നെ വാല്യൂസ് ഉണ്ട്, എല്ലാത്തിനും വളരെ വാല്യൂ. ഇപ്പോൾ കുടുംബമാണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലൊരു, ഓഫ് കോഴ്സ് ഈസ് എ ഗുഡ് ഹസ്ബൻഡ്, മോർ ദാൻ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഫാദർ ആണ്. അച്ഛൻ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിരിക്കും പറയണം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം ആരെങ്കിലും ഒരാൾ സ്ട്രിക്റ്റ് ആണല്ലോ. ശരത്ത് പറയും ഇറ്റ്സ് ദെയർ ലൈഫ്, ദേ ആർ ജസ്റ്റ് കൺസിഡർ ദം ആസ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വാലിറ്റി, കുട്ടികൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനില്ലേ, അല്ലെ അവർക്ക് ചെയ്യാനില്ലേ, അവർക്ക് വിവരമില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെയല്ല, ദേ ആർ വെരി ബ്രില്യൻറ്റ് ചിൽഡ്രൻ. അങ്ങനെ പറയുന്ന എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരു നല്ല വ്യക്തിയാണ് ശരത്. ശരത്തിന് അങ്ങനെ ഭയങ്കര ദേഷ്യമോ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒന്നിനും അങ്ങനെ ഒന്നും ഉള്ളൊരു ഒരു വ്യക്തിയല്ല. ഈസ് എ വെരി സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് പേഴ്സൺ. പക്ഷെ അതുകൊണ്ട് ഹി ബിലീവ്സ് പീപ്പിൾ, അതുമുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവരും വിശ്വസിക്കുന്ന സ്വഭാവം, എല്ലാവരും ശരത്തേട്ടനെ പോലെയാണെന്നാണ് ശരത്തേട്ടൻ വിചാരിക്കാം. എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് അറിയാശ, എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഞാൻ ആശയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇമാജിൻ ചെയ്യുന്നു. When those messages come, എല്ലാ ദിവസവും I can show you. മൊബൈൽ വേണമെങ്കിൽ I can show you. I really want to see that. എൻ്റെ ഫോണ് തരൂപ്പാ. ഈ ഒരു മെസ്സേജ് കിട്ടാതിരിക്കുന്നത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. ഇതിപ്പോൾ ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഞാൻ ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും അയക്കൂല, ഞാനിത് കാണും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് കിട്ടാത്തൊരവസ്ഥയില്ലേ,
ഏതെങ്കിലും ഒരു ദിവസം അത് കിട്ടാതെ വന്നിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും, ടെൻഷനിലേക്ക് ആലോചിക്കും. നിങ്ങൾക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആണ്. എനിക്ക് ശരത്തേട്ടൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കാണാൻ കിട്ടുന്നുണ്ട്. കാരണം എനിക്കിത് അൺബിലീവബിൾ ആയിട്ട് തോന്നിയേ. ഇന്നും ഇത്രയും വർഷം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ട് എല്ലാ ദിവസവും ഭാര്യ എവിടെയാണെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ഭർത്താക്കന്മാർ ലോകത്ത് എത്രയുണ്ടെന്ന് എനിക്കൊന്ന് ചോദിക്കണം. കാര്യം അത് ഭയങ്കര ക്ലീശയാണ്, ബട്ട് സ്റ്റിൽ ഇന്നാണ് ടുഡേ ആദ്യത്തെ വായിക്കും. അയ്യോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്യാമറ നോക്കുമ്പോൾ ക്യാമറയുടെ പൊസിഷനൊക്കെ ആൾക്ക് അറിയാം. അത് നോക്കും. അപ്പോൾ ഹീ ടോൾഡ് അയാൾക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു. തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ആരെയും അടിച്ചിട്ടില്ല, എൻ്റെ മക്കളെ പോലും. ഐ സ്ലാപ്ഡ് ഹിം. ആദ്യം ഞാൻ കൊടുത്ത ഉപദേശം ഇതായിരുന്നു, എല്ലാ ഭർത്താക്കന്മാരും അച്ഛനെ പോലെയല്ല, ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിളാണ്. അതിൽ പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ട്രോമയോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള ഉണ്ടായിട്ടില്ല. ബിസിയിൽ നമ്മൾ അങ്ങനെ പോയി. പക്ഷെ പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ട്രോമയിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഓൾ മദേഴ്സ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മുടെ കുഞ്ഞുവാവെ കാണുമ്പം ആ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കും, നമ്മൾ ഇതെല്ലാം മറന്നു പോകും.